ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം നേരിടുന്ന മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ താമരക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും കൃഷിവകുപ്പ് സംഘം സന്ദർശനം നടത്തി. മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ.പി. സുരേഷ്, ആനക്കയം സീഡ് ഫാം സൂപ്രണ്ട് ഇ. ജുബൈൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുംബുല എന്നിവരുടെ നേതൃത്വത്തിലാണ് താമരക്കുഴി ജില്ലാ കളക്ടറുടെ വസതി പരിസരങ്ങളിൽ സന്ദർശനം നടത്തിയത്. നഗരസഭയുടെയും കൃഷിവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ ആഫ്രിക്കൻ ഒച്ചിനെ ഇല്ലാതാക്കും. ഇതിനായുള്ള മാർഗങ്ങൾ സംഘം വിശദീകരിച്ചു. ഇതിന് തളിക്കാനുള്ള ലായനി കൃഷിവകുപ്പ് നൽകും. നഗരസഭ ഹെൽത്ത് വിഭാഗം, കുടുംബശ്രീ, റെസിഡന്റ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായി മരുന്ന് തളിക്കും. നമുക്ക് ആവശ്യമുള്ള കൃഷി ചെയ്യുന്ന വിളകൾ, ഇപ്പോൾ പച്ചക്കറി പോലെയുള്ള വിളകളിലാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കാണുന്നതെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കോപ്പർ സൾഫേറ്റ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ല നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയകളിൽ അല്ലെങ്കിൽ നമുക്ക് തൊടികളിൽ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി 60 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കലക്കി സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ മഴ നിൽക്കുന്നുണ്ട്. മഴയുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്പ്രേയും എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ബെയ്റ്റുകളാണ്, ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ കെണി വെച്ച് പിടിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഒരു നനഞ്ഞ ചണച്ചാക്കിനകത്ത് നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ക്യാബേജിൻ്റെ ഇലകളോ അല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ ഇലകളോ അതിൽ പപ്പായൻ്റെ ഇലകളോ ഒക്കെ അതിനകത്ത് ഈ നനഞ്ഞ ചണച്ചാക്കി നിക്ഷേപിച്ച് അതിലേക്ക് നമ്മളൊരു കീടനാശിനി കാർട്ടാപ്പ് പോലെയുള്ള ഒന്നുമില്ലെങ്കിൽ കാർട്ടാപ്പ് അല്ലെങ്കിൽ സ്നേൽ കിൽ എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾക്ക് കിട്ടും. മെൽറ്റാൽഡിഹൈഡ് എന്നുള്ള പെല്ലറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതും ഇതിനകത്തേക്ക് നിക്ഷേപിച്ച് കൊടുക്കുക. അപ്പോൾ അത് വെക്കേണ്ടത് ഒരു വൈകുന്നേരങ്ങളിലാണ്. 6 മണിക്ക് ശേഷം നമ്മുടെ തൊടികളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത് ഈ ഒരു കെണി വെക്കുകയും പിന്നെ അത് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് തന്നെ അത് തിരിച്ച് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേയധികം സ്നെയിൽസ് അതിനകത്ത് അട്രാക്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു തരി രൂപത്തിലുള്ള കീടനാശിനി കൊണ്ട് അത് ഡെഡ് ആയിട്ടുണ്ടാവും. ഇതിനായി കൂട്ടമണ്ണ, കാളമ്പാടി, മണ്ണാർക്കുണ്ട്, താമരക്കുഴി എന്നിവിടങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലായി നാട്ടുകാരുടെ യോഗം ചേരും. നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാരി സാമിയൻ, കൌൺസിലർമാരായ റഷീദ് കാളമ്പാടി, നൌഷാദ് മുരിങ്ങേക്കൽ, താമരക്കുഴി റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി ഷംസു താമരക്കുഴി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം.ഡി. പ്രീത, കൃഷിവകുപ്പിലെ ആർ. വിനോദ് കുമാർ, ഇജാസ് അഹമ്മദ്, ടി. കുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.